ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ വളരെ സന്തോഷമുള്ള ഒരു ദിവസം എനിക്ക് ദൈവം തന്നതിന് അത് ഏറ്റുവാങ്ങുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച അസാധ്യ കാര്യങ്ങളുടെ മാധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായുടെ ആ ഒരു മാധ്യസ്ഥ പ്രാർത്ഥനയിൽ സമർപ്പിച്ച പ്രാർത്ഥന എനിക്ക് സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കർത്താവ് ഈശോ മിശിഹായ ആ അപേക്ഷ സ്വീകരിച്ച് അതെനിക്ക് സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദി. എനിക്ക് സാക്ഷ്യങ്ങൾ പറയണമെന്നുള്ളത് കുറേ നാൾ കൊണ്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ കംപ്ലീറ്റ് ആകട്ടെ എന്ന് കരുതി നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് പല ഘട്ടങ്ങളുണ്ടാകുമല്ലോ. ആ ഘട്ടങ്ങളിൽ ഓരോന്നോരോന്ന് സാധിച്ച് വേണം അവസാനം എത്താൻ. അപ്പോൾ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് അത് തിരികെ കിട്ടുവാനായിട്ട് ഘട്ടം ഘട്ടമായി ഞാൻ ഇന്ന് വിസ വരെ എത്തി നിൽക്കുന്നു. ഇന്നിപ്പോൾ എനിക്ക് വിസ ലഭിച്ചു. ആ സന്തോഷം പറയുവാനാണ്, ആ മഹത്വം, ആ അപേക്ഷയുടെ പ്രാർത്ഥന സ്വീകരിച്ച് ദൈവസന്നിധിയിൽ എത്തിച്ച ആ ശ്ലീഹൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് ഈ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ തിരുസന്നിധിയിൽ എൻ്റെ സകല ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിച്ച് സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടണം എന്നുള്ള ആ ഒരു ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ ഞാൻ ഇന്ന് സാക്ഷ്യം പറഞ്ഞ് ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ പറയാം, ഞാൻ ഡേറ്റ് ഇട്ട് ഓരോ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചതിൽ ഈവൻ ഇപ്പം എനിക്ക് ആക്ച്വലി ജനുവരിയിൽ എൻ്റെ നിയോഗ പ്രാർത്ഥനയിൽ 33 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ ജനുവരിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എനിക്ക് ഒരു ജോലി ലഭിക്കുക എന്നുള്ളതാണ്. ഞാനത് പ്രാർത്ഥിച്ചത് പ്രകാരം എനിക്കതിനകത്ത് നിയോഗ പ്രാർത്ഥന ഒരു 10-15 ദിവസം ആയപ്പോഴേക്കും എനിക്ക് കുവൈറ്റിൽ നിന്ന് ഇൻ്റർവ്യൂ വന്നു. എനിക്ക് ഓഫർ ലെറ്റർ പെട്ടെന്ന് തന്നെ വന്നു. ഞാൻ ചുമ്മാ ഒരു സങ്കല്പിച്ച ഒരു സാലറി എഴുതി വെച്ചു. കറക്റ്റ് ആ സാലറിയെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ എനിക്ക് അത്ഭുതകരമായ രീതിയിൽ കർത്താവ് എനിക്ക് തന്നു. അപ്പം അതിൻ്റെ പേരിൽ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്ത് വന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു വെരിഫിക്കേഷൻ സ്റ്റക്കായി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അതെല്ലാം ഞാൻ പറഞ്ഞ ഡേറ്റിലെല്ലാം കൃത്യമായി എനിക്ക് സാധിച്ചു തന്നു ദൈവം. അത് കഴിഞ്ഞിട്ട് അസാധ്യ കാര്യങ്ങളുടെ മാധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹയെ ഞാൻ സമീപിക്കാൻ തുടങ്ങിയത് ഫെബ്രുവരി 19 ഫസ്റ്റ് നിയോഗ പ്രാർത്ഥന ഞാൻ ആദ്യം കേൾക്കുന്ന യൂട്യൂബിൽ ഫാദർ മാത്യു വയലമണ്ണിൽ അച്ഛൻ്റെ ഒരു വ്യാഴാഴ്ചത്തെ നൊവേനയാണ് യൂദാശ്ലീഹയുടെ. അന്ന് വരെ എനിക്ക് യൂദാശ്ലീഹ ഒറ്റിക്കൊടുത്ത യൂദാശ്ലീഹ ആണെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ തദ്ദേവൂസ് വേറെ, യൂദാസ്കറിയാത്തോ വേറെ എന്നൊക്കെ ഉള്ളത് ഞാൻ ബൈബിളൊക്കെ പഠിച്ച് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാനൊന്ന് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം അസാധ്യമായ, എനിക്കൊരിക്കലും നടക്കില്ല എന്ന് കരുതിയ എൻ്റെ കോഡ്രാബെ റിസൾട്ട് വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്നുള്ളത് അതെനിക്ക് കംപ്ലീറ്റ് സ്റ്റേജിലെത്തി എനിക്ക് വന്നു. അതിനുശേഷം വിസ അപ്ലൈ ചെയ്യുമെന്ന് ഏജൻസി പറഞ്ഞു. വിസ അപ്ലൈ ചെയ്തു. അപ്പോഴേക്ക് തൊട്ടടുത്ത് 28-ാം തീയതി എനിക്ക് റിസൾട്ട് വന്നു. ഫെബ്രുവരി 28 ആയപ്പോൾ തന്നെ കുവൈറ്റും ഒക്കെ ആയിട്ട് ഗൾഫ് കൺട്രി മുഴുവൻ യുദ്ധം തുടങ്ങി. അപ്പോൾ എനിക്ക് സകല പ്രതീക്ഷകളും നശിച്ചു. കാരണം തിരിച്ചു വരുമ്പോഴേക്കും വിസയൊക്കെ വന്ന് യുദ്ധമൊക്കെ സെറ്റിലായി, എയർപോർട്ടൊക്കെ തുറക്കുമ്പോഴേക്കും എന്തായാലും എനിക്കിതൊന്നും നടക്കത്തില്ലെന്ന് ഞാൻ പൂർണ്ണമായും വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ദൈവഹിതം നിറവേറട്ടെ എന്ന് കരുതി. എങ്കിലും ഞാൻ എഴുതി വെച്ചു, പ്രാർത്ഥനകളൊന്നും മുടക്കിയില്ല. അന്നും കരഞ്ഞുകൊണ്ടായാലും വിഷമിച്ചായാലും എങ്ങനെയായാലും പ്രാർത്ഥിച്ച് അന്ന് മുതലേ യൂദാശ്ലീഹയുടെ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് യുദ്ധമൊക്കെ ഞാൻ തീരണേ എന്ന് എഴുതി വെച്ചു. കറക്റ്റ് യുദ്ധം ഡയറക്റ്റ് ഫ്ലൈറ്റ് വരെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ എഴുതി വെച്ച പ്രാർത്ഥനയിൽ 10 ദിവസം മുന്നേ, ഞാൻ മെയ് 10-ാം തീയതിക്ക് മുന്നേ കുവൈറ്റിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ എഴുതിയിരുന്നത്. പക്ഷേ ഏപ്രിൽ 24-25 ആയപ്പോൾ തന്നെ തീരുമാനമായി, അവിടുന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ്. അതൊക്കെ എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു. ആ പ്രാർത്ഥനയിൽ എഴുതി വെച്ചത് 10 ദിവസം മുന്നേ തന്നെ സാധിച്ചു തന്നു. അത് എൻ്റെ മാത്രം പ്രാർത്ഥന ആയിരിക്കണം എന്നില്ല, ലോകത്ത് മുഴുവൻ അതുപോലെ എന്നെപ്പോലെ ആവശ്യമുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്നതായിരിക്കാം. എങ്കിൽ പോലും നമ്മുടെ എഴുതിയ പ്രാർത്ഥനയിൽ ദൈവം അവിടെ സന്നിഹിതനായി എന്നുള്ളതിന് ഒക്കെയുള്ള ആ ഒരു തെളിവുകൾ എനിക്ക് അത്ഭുതകരമായ രീതിയിൽ, ആരും പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത തരത്തിൽ എന്ന് ഫാദർ മാത്യു പറയുന്നുണ്ട്. അതുപോലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഈ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുമെന്നുള്ള ആ ഒരു വാഗ്ദാനം നമ്മൾ കൊടുക്കും ഈ പ്രാർത്ഥനയിൽ. അത് ഞാൻ പാലിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു സന്തോഷം എല്ലാവരിലും എന്നാൽ കഴിയുന്ന വിധം വീഡിയോയിലൂടെ ആയാലും ലിങ്ക് അയച്ചു കൊടുത്താലും ഒക്കെ ഞാൻ ഈ പ്രാർത്ഥന എല്ലാവരിലും എത്തിക്കുന്നുണ്ട് എന്നാൽ കഴിയുന്ന വിധം.
അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പം ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, നാളെ വ്യാഴം 14-ാം തീയതിക്ക് മുന്നേ എനിക്ക് വിസ കൈപ്പറ്റണമെന്ന്. അത് കറക്റ്റ് ഇന്ന് എനിക്ക് വരികയും ചെയ്തു. അപ്പോൾ അതും ഒരു വലിയൊരു അത്ഭുതം. ഇനി ദൈവം തുടങ്ങി വെച്ച കാര്യം ദൈവം തന്നെ നന്നായി പൂർത്തിയാക്കുമെന്നും എന്നെ ജോലിയിൽ പ്രവേശിക്കുമെന്നും ഇത് കേൾക്കുന്നവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഒക്കെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അത്രയും ഒരു സാക്ഷ്യങ്ങൾ, പിന്നെ വേറെ സാക്ഷ്യങ്ങളുണ്ട്. എൻ്റെ അമ്മ വന്നിട്ട് 8-ാം തീയതി അമ്മ ഇവിടെ എഴുതി വെച്ചു, തിങ്കളാഴ്ച ഇന്നിപ്പം 13, 12, 11-ാം തീയതിക്കുള്ളിൽ ഇത് സാധിച്ചു കിട്ടണം എന്ന്. കറക്റ്റ് അമ്മയ്ക്ക് 10-ാം തീയതി തന്നെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു. അതും ഒരു വലിയ ഒരു അത്ഭുത സാക്ഷ്യമായി ഞാൻ സമർപ്പിക്കുന്നു. അപ്പം എന്നിലൂടെ, എൻ്റെ നാവിലൂടെ ദൈവം എന്നെ നിയോഗിക്കപ്പെട്ടതുപോലെ യൂദാസ്ലീഹായുടെ പേര് ഞാൻ അറിയപ്പെടാത്ത കുറേ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെയും വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. രോഗശാന്തിയായാലും ആഗ്രഹ സാഫല്യമായാലും ഒക്കെ നിയോഗ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരവസരം എന്നെക്കൊണ്ട് ദൈവം നിയോഗിപ്പിച്ച് ചെയ്തു. ഞാനൊരു ഉപകരണമായി എന്ന് മാത്രം. അപ്പം അതിലെനിക്ക് വളരെ സന്തോഷവും ഉണ്ട്. ഞാൻ ഇതുപോലെ ഒരു 50 കാർഡ് അച്ചടിച്ച് ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി വിശുദ്ധ യൂദാസ്ലീഹായുടെ മാധ്യസ്ഥ പ്രാർത്ഥനയും ഫോട്ടോയും കൂടെ വെച്ച് കാർഡും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയും ആൾക്കാരെല്ലാവരും അറിയട്ടെ. എൻ്റെ ആ ഒരു പ്രാർത്ഥനയും ദൈവത്തിൻ്റെ മഹത്വവും ഞാൻ ഇതിലൂടെ വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഞാനത് പ്രാർത്ഥിക്കുകയാണ്. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായേ, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായേ, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. യൂദാ വിശുദ്ധ സ്ലീഹാ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതെയാനിതേ. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാസ്ലീഹായേ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും നടന്ന് കിട്ടേണ്ടതായിട്ടുള്ള ആവശ്യം എന്താണോ അതവിടെ സമർപ്പിക്കുക. എൻ്റെ ഈ ആവശ്യത്തിലും അങ്ങെന്നെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാസ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും അങ്ങ് എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. പൂജ്യനാം പുണ്യതാതാ യേശുവിൻ സ്നേഹദൂതാ, പൂജ്യനാം പുണ്യതാതാ യേശുവിൻ സ്നേഹദൂതാ, യൂദാത്താദേവൂസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. യൂദാത്താദേവൂസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. ഒറ്റിക്കൊടുത്തവൻ്റെ പേരിനാൽ പലരും മറന്നു നിന്ന എങ്കിലും, ഒറ്റിക്കൊടുത്തവൻ്റെ പേരിനാൽ പലരും മറന്നു നിന്ന എങ്കിലും, മഹിമപ്രതാപമോടെ വാണിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ, ക്ലേശം നിറഞ്ഞിടുന്നു പാതയിൽ, ആശകൾ അസ്തമിക്കും വേളയിൽ, ശരണമില്ലാരുമീ തനയരിൽ, കൃപ നീ ചൊരിഞ്ഞിടുദയാനിതേ, കൃപ നീ ചൊരിഞ്ഞിടുദയാനിതേ, കൃപ നീ ചൊരിഞ്ഞിടുദയാനിതേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.